ഭായി ഭായി ആയിരുന്ന ട്രംപും ഇലോൺ മസ്കും. ഇലോൺ മസ്ക് പറയുന്നത് മാത്രമേ ട്രംപ് കേൾക്കുകയുള്ളൂ. ഇലോൺ മസ്ക് അങ്ങോട്ട് നീങ്ങാൻ പറഞ്ഞ ട്രംപ് നീങ്ങി, ഇങ്ങോട്ട് നീങ്ങാൻ പറഞ്ഞ നീങ്ങും. ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ പോലെയായിരുന്നു ട്രംപ്. അതായത് രാഹുൽ ഗാന്ധിയുടെ പെട്ടി പിടിക്കുക, രാഹുൽ ഗാന്ധി പറയുന്നത് കേൾക്കുക, ഇടയ്ക്ക് പണിയും കൊടുക്കുക, അതുപോലെയായിരുന്നു. ഇപ്പോൾ ട്രംപും മസ്കും തമ്മിൽ അടിച്ച് പിരിഞ്ചാച്ച് എന്നാണ് കേൾക്കുന്നത്. എന്താണ് സംഭവം? ഞാനും അവനും തമ്മിൽ ജഗട അല്ല, ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ ഈ ട്രംപിനെ വീണ്ടും പ്രസിഡന്റ് ആക്കുക എന്നുള്ളത് ഇലോൺ മസ്കിൻ്റെ ഒരു ആവശ്യമായിരുന്നു, സ്വകാര്യ ആവശ്യമായിരുന്നു. അതിൻ്റെ കൃത്യമായ കാരണം ഈ ട്രംപും ഇലോൺ മസ്കും പൊളിറ്റീഷ്യൻസ് എന്നതിനപ്പുറം വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥരാണ് രണ്ടുപേരും. അപ്പോൾ രണ്ടുപേർക്കും അവരുടെ ബിസിനസ് താല്പര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ കൃത്യമായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2024 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇലോൺ മസ്ക് ട്രംപിൻ്റെ ഒരു സ്പോൺസർ എന്ന പോലെ പ്രവർത്തിച്ചത്. അദ്ദേഹം ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് മുൻപും അതിന് ശേഷവും ഒരു നിഴല് പോലെ ഉണ്ടായിരുന്ന ആളാണ് ഇലോൺ മസ്ക്. ഏതാണ്ട് 288 മില്യൺ അമേരിക്കൻ ഡോളർ, ഇന്ത്യൻ റുപ്പീസ് കണക്കാക്കിയ കോടിക്കണക്കിന് രൂപ വരും, 100 കണക്കിന് കോടി രൂപ വരും. ഏതായാലും അത്രയും പൈസ മുടക്കിയ ആളാണ് ഇലോൺ മസ്ക്. അത് ഔദ്യോഗികമായി, അനൗദ്യോഗികമായത് എത്രയുണ്ടെന്ന് നമുക്ക് അറിയില്ല, കൃത്യം കണക്ക് അറിയില്ല. ഏതായാലും ഈ ട്രംപ് അധികാരമേറ്റപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെട്ട സംഗതിയായിരുന്നു, ഇലോൺ മസ്ക് അയാളുടെ ഭരണ ചുമതലയുള്ള ഒരു സ്ഥാനം കൊടുത്തു. അതിൻ്റെ പേര് ഡോജ് എന്നാണ്, DOGE. അതിൻ്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്: ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി. അപ്പോൾ ഇതിൽ എലോൺ മസ്കിൻ്റെ ചുമതല എന്താ വെച്ചാൽ സർക്കാർ വകുപ്പുകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. അതായത് പ്രധാനമായും ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക, കാര്യക്ഷമത കൂട്ടുക. അപ്പോൾ ഇതിൽ താൻ പരാജയപ്പെട്ടു എന്ന് സ്വയം വിലയിരുത്തിയാണിപ്പോൾ എലോൺ മസ്ക് പടിയിറങ്ങുന്നത്. പോകുന്ന പോക്കിന് ട്രംപിനെ ഒന്ന് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ട്രംപ് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഈ താരിഫ്, നികുതി ഘടന പരിഷ്കരിച്ചുകൊണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. ചൈനയായിരുന്നു സ്ഥിരം വേട്ടമൃഗം. ചൈനയ്ക്കിട്ടാണ് ഇത്തവണയും കൊടുത്തത്. ഏതാണ്ട് 140% വരെയൊക്കെ നികുതി ഉയർത്തിയിരുന്നു. അപ്പോൾ ഇത്തരം ചില ആലോചനയില്ലാതെ നികുതി പരിഷ്കരണമൊക്കെ നടപ്പിലാക്കിയത് ആഭ്യന്തര വരുമാനത്തെ കാര്യമായി കുറച്ചു എന്നാണ് മസ്ക് പറയുന്നത്. അപ്പോൾ ഇത്തരം ബില്ലുകൾ, അതായത് ഇത്തരം നിയമപരിഷ്കാരങ്ങൾ കാണുമ്പോൾ ചില ഭംഗിയൊക്കെ ഉണ്ടാകും, എന്നാൽ ചിലത് വല്ലാത്ത രീതിയിൽ ചിലവ് വർദ്ധിപ്പിക്കും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാകില്ല. അതായത് ട്രംപിൻ്റെ ഇത്തരം ഒരു നടപടി ചെലവ് വല്ലാണ്ട് കൂട്ടി. ഇത് തൻ്റെ വകുപ്പായ ഡോജ് അതിനെ വില കുറച്ച് കാണുന്നതിന് തുല്യമാണ് എന്ന തരത്തിൽ മസ്ക് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. മസ്കിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രംപിനെ വിമർശിക്കുന്നത്. ഇങ്ങനെ ഒരു വിമർശനം നടത്തി തൊട്ടു പിന്നാലെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ചിലവ് കുറയ്ക്കൽ പരിപാടികൾക്ക് എനിക്ക് അവസരം തന്നതിന് നന്ദി, നമസ്കാരം, മറ്റേ കേരള ഫയർഫോഴ്സിന് അവർക്കൊക്കെ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മസ്ക് ഇറങ്ങിപ്പോകുന്നത്. ഈ മസ്ക് പോകുന്ന പോക്കിന് ഇത്രയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള ഒരു സർക്കാർ സംവിധാനമല്ല അമേരിക്കയിൽ. അവിടെ ഈ ഹയർ ആൻഡ് ഫയർ സിസ്റ്റം ഏറിയ പങ്കുമുണ്ട്. നമ്മുടെ ഇവിടെ പോലെ ആജീവനാന്തകാലം പെൻഷനും അതും ഇതൊക്കെ മേടിച്ച് അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാനൊക്കെ ഇല്ല. അവിടെ ഒരാളെ ഹയർ ചെയ്താൽ ഫയർ ചെയ്യാനും പറ്റും. അങ്ങനെ സർക്കാർ വകുപ്പിലുള്ള ആയിരക്കണക്കിന് ജീവനക്കാരെ എലോൺ മസ്ക് ചുമതലയേറ്റതിന് ശേഷം ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. കുറേ പേര് ഡീപ്രൊമോട്ട് ചെയ്തു. അവരുടെ എഫിഷ്യൻസി മോശമാണെന്ന് കണ്ടിട്ട് ഡീപ്രൊമോട്ട് ചെയ്തു. ഇതിന് പകരം മസ്ക് ഈ ആഴ്ചയിൽ 80 മണിക്കൂർ ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള, എന്നാൽ കാശധികം വാങ്ങിക്കാത്ത ചെറുപ്പക്കാരായിട്ടുള്ള, എന്നാൽ നല്ല യോഗ്യതയുള്ള കുറേ അധികം പേരെ പകരം തിരികെ കയറ്റുകയും ചെയ്തു. അപ്പോൾ ഈ തൊഴിൽ പോയ കുറേ അധികം പേര് കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയെ സമീപിച്ചപ്പോൾ അവർ ഉന്നയിച്ച ആക്ഷേപം, മസ്ക് ഈ എഫിഷ്യൻസി അളക്കുന്നതിൻ്റെ പേരിൽ തങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ കൂടി ശേഖരിച്ചിട്ടുണ്ട്. അതിനെതിരെയായിരുന്നു ഇവർ കോടതിയെ സമീപിച്ചത്. അപ്പോൾ കോടതി മസ്കിനെ ശരിക്ക് അങ്ങ് കുടഞ്ഞു. ഇതിന് തനിക്ക് അധികാരമില്ല, നിങ്ങൾക്ക് അധികാരമില്ല എന്ന് കോടതി പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടിയും കൂടി നേരിട്ടിട്ടുണ്ട്. ഇത്തരം തീരുമാനങ്ങളിലേക്ക് എത്താനുള്ള കാരണമാണ് ഞാൻ ഈ പറയുന്നത്. ഇതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ, ഈ എലോൺ മസ്ക് വലിയൊരു ബിസിനസ് സംരംഭകനാണ്. ഇയാൾക്ക് ടെസ്ല എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡുണ്ട്. ഏറ്റവും അത്യന്താധുനിക കാറുകളടക്കം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ഇതുകൂടാതെ സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു ബഹിരാകാശ ഏജൻസി ഉണ്ട്. നാസയായിരുന്നു നമ്മുടെ കൺമുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസി. എന്നാൽ അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബഹിരാകാശ പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്ന എലോൺ മസ്കിൻ്റെ സ്വകാര്യ സംരംഭമായ സ്പേസ് എക്സ് ആണ്. ഈ രണ്ട് കമ്പനികൾക്കും വലിയ തിരിച്ചടികളുണ്ടായി.
അതായത് ഈ ട്രംപിൻ്റെ ഈ നികുതി പരിഷ്കരണ ഘടന അതേപോലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയപ്പോൾ ഈ ടെസ്ലയുടെ ഓഹരി വില കണ്ടമാനം ഇടിഞ്ഞു. അത് ട്രംപിൻ്റെ ബിസിനസ് താല്പര്യങ്ങളെ വല്ലാണ്ട് നിരാശപ്പെടുത്തി. അതുകൂടാതെ ഈ സ്പേസ് എക്സ് എന്ന് പറയുന്ന സ്ഥാപനം, ഈ ട്രംപ് വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്. അയാൾ ചൊവ്വയിലും വ്യാഴത്തിലുമൊക്കെ കോളനി കെട്ടി ഇവിടുന്ന് ആൾക്കാരെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കണം, അതിനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ വാദിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ കണക്കാക്കി ഇയാൾ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന വലിയൊരു പേടകം, ബഹിരാകാശ പേടകം തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ ഗോളാന്തര യാത്രകൾ, അതായത് ഭൂമിയിൽ നിന്നും മറ്റ് ഗ്രഹങ്ങളിലേക്കൊക്കെ എത്താൻ പര്യാപ്തമായ വലിയ റോക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 8 എണ്ണം നടന്നു. 9ാമത്തെ പരീക്ഷണം കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. ആ പരീക്ഷണം നടത്തി അത് വമ്പം പരാജയമായിപ്പോയി. അത് തകർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്ന് വീഴുകയും ചെയ്തു. അപ്പോൾ തിരിച്ചടികളോട് തിരിച്ചടികൾ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായി ഇവരൊന്നും പൊളിറ്റീഷ്യൻസ് അല്ല, വ്യവസായികളും ബിസിനസ്സുകാരും ഒക്കെയാണ്. അപ്പോൾ ഇത്തരം തൻ്റെ ഈ നടപടികളുടെ പേരിൽ തനിക്ക് വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. താൻ പറയുന്ന നിർദ്ദേശങ്ങൾ ട്രംപ് അത്രയ്ക്ക് കാര്യമാക്കി എടുക്കുന്നില്ല, അല്ലെങ്കിൽ തൻ്റെ ശ്രമങ്ങൾ വിഫലമാകുന്നു എന്ന് മസ്കിന് സ്വയം ഒരു വിലയിരുത്തലുണ്ട്. ഇതുകൂടാതെ അയാൾ ഒരു കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. താനൊരു വിപ്പിംഗ് ബോയ്, അതായത് ഈ രാജകൊട്ടാരങ്ങളിലൊക്കെ ഈ പ്രതികളായി കൊണ്ടുവരുന്നവരെ ചാട്ടവാറിനടിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇപ്പം ചില ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ചാട്ടവാറിനടിക്കുന്നയാളെ വിളിക്കുന്ന പേരാണ് വിപ്പിംഗ് ബോയ്. നമ്മുടെ നാട്ടിലൊക്കെ ആരാച്ചാരം എന്നൊക്കെ പറയില്ലേ, ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു തൊഴിലെടുക്കുന്നത്. അപ്പോൾ താനൊരു വിപ്പിംഗ് ബോയ് ആയി എന്ന്, അതായത് ഈ ഒരുപാട് ഉദ്യോഗസ്ഥരുടെ കണ്ണീര് വീഴ്ത്തിയല്ലോ ഇയാൾ. അപ്പോൾ സർക്കാരിന് വേണ്ടി താനൊരു വിപ്പിംഗ് ബോയ് ആയി മാറി എന്ന് സ്വയം വിലയിരുത്തിയിരുന്നു മസ്ക്. അതുമാത്രമല്ല, തന്നെ ഏൽപ്പിച്ച ഈ ഡോജ്, അതായത് കാര്യക്ഷമത കൂട്ടാൻ വേണ്ടി ഏൽപ്പിച്ച ഡോജ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം എത്രത്തോളം ലക്ഷ്യം നേടി എന്ന് തനിക്ക് സംശയമുണ്ടെന്നും മസ്ക് ഈ അടുത്ത കാലത്ത് ഒരു കുറ്റസമ്മതം നടത്തി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇയാൾ ട്രംപിനെ വിട്ട് പോകുന്നത്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ട്രംപുമായിട്ട് അത്ര നല്ല സുഖത്തിലല്ല. 2, അയാൾക്ക് ഇവിടെ ഇരുന്ന് സമയം കളയുന്നതിനേക്കാൾ കൂടുതൽ അയാളുടെ ബിസിനസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറഞ്ഞ വർഷം അതിൻ്റെ മെച്ചമെങ്കിലും ഉണ്ടാകും. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഈ ട്രംപ് അധികാരത്തിലെത്താൻ വേണ്ടി മസ്ക് അഹോരാത്രം പണിയെടുത്തതിന് വെറുതെ അല്ല, അയാൾക്ക് അതിൻ്റെ പ്രയോജനമൊക്കെ കിട്ടി. ഇപ്പം ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം ആണ് ഇപ്പം ടെസ്ല ഇന്ത്യയിലോട്ട് എത്തുന്നത്, ആ ഒരു കാർ ബ്രാൻഡ്. ഇതേപോലെ പല രാജ്യങ്ങളിലോട്ടും മസ്കിന് ആക്സസ് കിട്ടാൻ ഈ ഒരു ട്രംപിൻ്റെ 2ാം വരവ് സഹായിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ഗുണങ്ങളുമുണ്ട്. എന്നാൽ വ്യക്തിപരമായി എന്തൊക്കെയോ സംതിങ് ചീഞ്ഞ് നാറുന്നുണ്ട് രണ്ടുപേർക്കും ഇടയിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ കളഞ്ഞിട്ട് പോകുന്നത്. ഈ കൂട്ടുകാർ തമ്മിൽ, അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങിയാൽ ഈ മിണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്ന പല രഹസ്യങ്ങളും പിണങ്ങി കഴിയുമ്പോൾ പുറത്ത് പറയുന്ന ഒരു ഏർപ്പാട് കേരളത്തിലുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് രഹസ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് കുഴപ്പം. കാര്യം അയാളുടെ രഹസ്യം എല്ലാം നാട്ടിൽ മുഴുവൻ പാട്ടാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ മസ്കിന് അതൊക്കെ പറഞ്ഞ് ഇനി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ രണ്ടും അടിച്ചു പിരിഞ്ഞ് ഇനി ഒന്നിക്കൊന്നും തോന്നുന്നില്ല. ചിലപ്പോൾ പറ്റുമായിരിക്കും. മറ്റേ ഈ ട്രംപ് പറയാറുണ്ടല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഒരു ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ്. അവർ രണ്ടുപേരും ഏതെങ്കിലും ബാറിൽ ഇരുന്ന് 2 എണ്ണം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ തീരുമായിരിക്കും.